അണ്ണനെ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളല്ലേ? അപ്പൊ ഇത് നന്നായി കാണാമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആണല്ലേ? അപ്പൊ നമ്മളെണ്ണ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. എല്ലാരും ഇതിനകത്ത് ഭാഗമാകുന്നതാണ്. ഇതിങ്ങനെ തന്നെ കിടക്കുകയാണല്ലേ അണ്ണാ? അത് ശരി. ഈയിടെ നമ്മള് പ്രകടന കാര്യങ്ങളെല്ലാം നടത്തിയിലൂടെ. ഇല്ല, ഇലക്ഷന് മുമ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിയാമോ? ഇല്ല ഇല്ല. ഒരു മാസം. ഓക്കെ. അപ്പൊ ശരിയാണോ നമ്മള്? പ്രിയപ്പെട്ടവരെ, ഇത് ഒരു രാഷ്ട്രീയ പ്രേരിത വീഡിയോയല്ല. ഒരു നാട്ടുകാരനെന്ന നിലയിലും ഒരു പൊതുസമൂഹത്തിന്റെ പൊതു ആവശ്യത്തിലേക്ക് ഞാനുൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് കൈതവന ഈ AC റോഡിൽ നിന്ന് കയറി വരുന്ന പള്ളിയുടെ അവിടുന്ന് കിഴക്കോട്ട് കിടക്കുന്ന ഈ ബൈ റോഡ്. കുറെ കാലങ്ങളായി ഇത് ഈ അവസ്ഥയിലാണ്. അപ്പോ നാട്ടുകാരുടെ ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ നമ്മളും പങ്കുചേരുകയാണ്. ഒരു നാടിന്റെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരുമിക്കണം. ഇതിന് അധികാരികളുടെ ശ്രദ്ധയിലെത്താൻ വേണ്ടി മാത്രം രാഷ്ട്രീയ ഭേദമന്യേ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. വഴിയെ പറ്റി രണ്ട് വാക്ക് പറയട്ടെ. എന്ത് പറയാനാ? എത്ര വർഷമായി ഇങ്ങനെ കിടക്കുന്നു? ആണോ? ഇത് നിങ്ങള് കർത്തിയില് ആണല്ലേ? നമ്മുടെ സ്വന്തം ഇവിടെ ഒരു ഹോട്ടൽ സ്ഥാപനം നടത്തുന്ന ചേട്ടനാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ ഇതിലെ സാധനങ്ങൾ കൊണ്ടുവരാനും പിടിക്കാനൊക്കെ? നമ്മളിത് എല്ലാ ന്യൂസ് ചാനലിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടുക്കാവുന്നവരെ കഴിവതും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായമാണ് പ്രധാനം. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ദുരിതം തന്നെയാണ്. ഇവിടെ ഒരു കൗൺസിലർ ഉണ്ടാ ഈ വാർഡിൽ? അതാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾ എന്നും ചോദിക്കുന്ന കാര്യമാണ്. ആണല്ലേ? ഒരു കാര്യത്തിനും വിളിച്ചാൽ വരാത്തതാണ്. ഇവിടെ നമ്മളിത് ഇവിടെയുള്ള അഭിപ്രായമാണ്. നാട്ടുകാരൻ എത്തിയല്ലേ? പറ. 2 വർഷമായി റോഡ് ഇങ്ങനെ പൊളിച്ചിട്ട് ഇതുവരെ ആരും കണ്ണു തുറക്കുന്നില്ല. നമ്മളെപ്പോലുള്ള ജനങ്ങൾ ഒരുവിധം ജനങ്ങളെല്ലാം ഇതുവഴി നടന്ന് ബുദ്ധിമുട്ടി ആകപ്പാടെ നടുവും വയ്യ കയ്യും വയ്യ. ഈയിടെ 2 ആഴ്ച മുമ്പ് ചേച്ചിയുടെ വീഴുകയുണ്ടായി. ആർക്കും ഇത് ഒരു നടപടിയില്ല. ഇലക്ഷൻ സമയത്ത് പോലും ഇവര് ആരും തിരക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ഇത്ര ഒരു പ്രശ്നം നമ്മളിവിടെ ഉന്നയിച്ചിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പാർട്ടി ഏറ്റെടുത്ത് പന്തംകുളത്തി പ്രകടനമൊക്കെ നടത്തിയത് എല്ലാം നടത്തിയിട്ട് അവരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇപ്പൊ ഇവിടുത്തെ കൗൺസിലർ അടുത്ത ഭാഗങ്ങളിൽ ഇപ്പൊ പ്രകടനം തുടങ്ങി. സജേഷ് ചാക്കുപുറം ഇവിടുത്തെ കൗൺസിലർ. അത് ശരി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കിവിടെ നീതി വേണം, നമുക്ക് റോഡ് വേണം, നമുക്ക് റോഡ് മാത്രം മതി. പിന്നെ ഇത് പൊതുജനാവശ്യമല്ലേ? ഞാൻ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഉപയോഗിക്കുന്ന വഴിയല്ലേ? അപ്പോൾ ഓക്കെ, നമ്മളെന്നാ ഈ വഴിയുടെ വീഡിയോ കൂടെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. വളരെ ദുരിതമായ ഒരു സാഹചര്യമാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ, അതായത് ഈ വീഡിയോ എടുക്കുന്ന എനിക്കും ഫാമിലിക്കും ഇവിടെ ഒരു അപകടം ഉണ്ടായി. ഇതിലെ പാഞ്ഞു വന്ന ഒരു പയ്യൻ ബുള്ളറ്റ് കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത കുട്ടസ്വാമി ജംഗ്ഷനിലോട്ട് തിരിയുന്ന റോഡിൽ വെച്ചിട്ടാണ് എൻ്റെ വണ്ടിയെ കൊണ്ടിടിക്കുകയും അമ്മയ്ക്കും എനിക്കും നല്ല രീതിയിൽ പരിക്ക് പറ്റി. എൻ്റെ വിരലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. നടുവ് തെല്ലിയാണ് വീണത്. അമ്മയെ തലവന്നടിച്ച് റോഡേ വീണു. ആ പയ്യനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഓവർ സ്പീഡാണ്. പക്ഷെ ഈ മെറ്റിലിളകി കിടക്കുന്നതിനകത്ത് അവൻ്റെ വണ്ടി സ്കിഡായി വന്നിടിക്കുകയായിരുന്നു. വളരെ ദുരിതം പിടിച്ചൊരു വഴിയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് നമ്മൾ രാഷ്ട്രീയ വിരോധം കൊണ്ടൊന്നും എടുക്കുന്ന വീഡിയോ ഒന്നുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മളൊരിക്കലും, നമുക്ക് പൊതുജനങ്ങളാണ് നമുക്ക് വലുത്. ജനോപകാരപ്രദമായ വഴികൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെയുള്ള വീഡിയോകൾ, ഇതൊക്കെ നമ്മൾ ചാനലിലൂടെ ഇടുന്നതാണ്. അപ്പോൾ ജന അധികാരികളിലേക്ക് ഇതെത്തണം. അതാണ് നമ്മുടെ ആഗ്രഹം. എത്രയും പെട്ടെന്ന് ഈ വാർഡ് നിവാസികളുടെ ഈ ദുരിതത്തിന് ഒരു ആശ്വാസം പകരട്ടെ. ഇതിലും കഷ്ടമായ ഒരു വഴിയിൽ ജീവിച്ചു പോകുന്ന സാഹചര്യത്തിലുള്ള ഒരാൾ എന്ന നിലയിലും നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ താമസിക്കുന്ന ഒരു ഏരിയ എന്ന നിലയിലും ഞാൻ എൻ്റെ ഒരു നാട്ടുകാരെന്ന നിലയിലൊരു കടമ ചെയ്യുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വഴി ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വഴിയാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് സാധ്യമാകട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ AC റോഡിലേക്ക് കയറാവുന്നതാണ്.
ഇത് നമ്മുടെ പ്രായമുള്ള ഒരു ചേട്ടൻ വരുന്നുണ്ട്. പുള്ളി ഇദ്ദേഹമൊക്കെ ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ചേട്ടനാണ്. ഈ വഴിയുടെ ദുരിതമൊക്കെ നേരിട്ട് അറിയാവുന്ന ചേട്ടാ. നമസ്കാരം. പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അണ്ണൻ പറഞ്ഞു, അതിനെന്താ? ഒരു കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ നടന്നു പോകാൻ പറ്റില്ല. അത് ശരി. ഇപ്പോഴും നടന്നിപ്പം താഴെ വരും, വെള്ളമടിച്ച് പോലെയാണ് ഇവിടെ കിടക്കുന്നത്. ഒരുപാട് ദുരിതം അനുഭവിക്കുകയാണ് വയ്യാത്തവർക്ക്, കുഞ്ഞുങ്ങൾക്ക്. മഴയായാലും ശരി, വേലായാലും ഇത് തന്നെ, ഒരു വ്യത്യാസമില്ല. ആര് വെച്ചാലും ഇത് തന്നെ. ഇതാണ് അവസ്ഥ, ഇതാണ് സാഹചര്യം. ഒരു വ്യത്യാസമില്ല. ഓക്കെ, ചേട്ടന്റെ വാക്കുകൾക്ക്, വിലയേറിയ വാക്കുകൾക്ക് നന്ദി. നമ്മുടെ പ്രിയ സുഹൃത്ത് ബിനീഷ് ഇവിടെ ഉണ്ട്. നമസ്കാരം. നമ്മുടെ ബാല്യകാല സുഹൃത്ത്, സഹപ്രവർത്തകൻ. ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ഒത്തുചേർന്ന് എല്ലാരും കൂടെ തീരുമാനം എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇത്തവണ ആർക്കും വോട്ട് ചെയ്യുന്നതല്ല ആണ്. ഒരു സുപ്രധാന ഒരു സുപ്രധാന കാര്യം എനിക്ക് പറയാണ്ട്, ഒരു രാഷ്ട്രീയക്കാരും 5 പൈസ ഈ പിരിവിന് ഈ വാർഡിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ കാണിച്ചു തരാം, വന്നു നോക്ക്. അവരുടെ അമർഷവും രോഷവും സങ്കടവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. സുഹൃത്തുക്കളെ, മുക്കുമായിട്ട് ഇവിടെ വരാനായിട്ട് പിരിവിന് ഇന്ന് ഇതിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പോയി. നിങ്ങളെ ഒരുപാട് പ്രതിഷേധം കണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തയ്യാറായത്. രാഷ്ട്രീയ പാർട്ടിയിലെ പിരിവിന് കയറില്ല ഇവിടെ. ഓക്കെ ബിനീഷ്, ഓക്കെ, നമ്മൾ ഈ ജനശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ ഒരു സഹോദരന്റെ വീടാണ്, ബിനീഷ് എന്നാണ് പേര്. അദ്ദേഹമാണ് നേരത്തെ പ്രതികരിച്ചത്, പരമേശ്വരത്ത് കളി. ഇതെവിടെ 3 കുഞ്ഞുങ്ങളുണ്ട്, ഒരു പൊടി കുഞ്ഞുമുണ്ട്. ഇപ്പൊ അവർക്കൊക്കെ ഒരു രാത്രി ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് പാടാന്നറിയാം. കൈക്കുഞ്ഞിന്റെ ഈ 2 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇവിടെ താമസിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പൊ അവരവരുടെ വിഷമമാണ് ഈ പറയുന്നത്, ഈ വഴി ഇങ്ങനെ കിടക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളത് നിങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ പറഞ്ഞ ഈ വഴിക്ക് ബുദ്ധിമുട്ടാണ് കുഞ്ഞിന് പോകാനൊക്കെ, പഠിക്കാൻ പോകാനൊക്കെ. വലിയ പാടാണ് പറ. അച്ഛനായിട്ട് സ്കൂളിൽ പോകുമ്പോൾ വലിയ പാടാണ്. ഞങ്ങൾ കടോട് LP സ്കൂളിൽ പഠിക്കുന്നു, ഒരാൾ LKG. സുഹൃത്തുക്കളെ, ഈ 2 പൊടിക്കുഞ്ഞുങ്ങള് ഒക്കെ ഇതിലെ പോകുന്നതാണ്. ഇത് കണ്ട അമ്മമാര്, ചേച്ചിമാരൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് വരുന്ന വഴിയാണ്. മിടുക്കി മോന് പാടാണല്ലേ വഴിയൊക്കെ. പന്തേ കണ്ട പാലും കൊണ്ട് പോകുന്നവര് എല്ലാവരും വണ്ടി ടയറിന്റെ പണി തീരുന്ന പരിപാടിയാണിത്. അപ്പൊ നമ്മളിതൊക്കെ കാണണം. കണ്ട, ഈ വണ്ടിയുടെ ടയറും ട്യൂബും ഒക്കെ മാസങ്ങളിൽ, ആഴ്ചകൾ തോറും മാറുന്നവരാണ് ഇവരൊക്കെ. അതാണ് ഈ പ്രതിഷേധം ഇത്ര ശക്തമാക്കാൻ കാരണം. ഈ പൊടി കുഞ്ഞുങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന വഴിയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇത് നമ്മള് അധികാരികളുടെ കണ്ണു തുറക്കാനാണ് ഈ വീഡിയോ ഇടുന്നത്. ഇത് നമുക്ക് കേവലം റീച്ച് കിട്ടാനോ ഒന്നിനും വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. ഇത് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതൊക്കെ നമ്മുടെ കൗൺസിലർ ഹൃദയപൂർവ്വം കൈക്കൊള്ളണമെന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ. പ്രിയ സൗഹൃദങ്ങളെ, ജനോപകാരപ്രദമായ വീഡിയോകൾക്ക് എന്നും നമ്മളൊപ്പം ഉണ്ടാവും. നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ സദാ സന്നദ്ധരാണ്. എത്ര എളുപ്പം ഇവരുടെ ദുരിതം അവസാനിക്കട്ടെ, ഈ വഴിക്ക് ഒരു ശാപമോക്ഷം കിട്ടട്ടെ. അധികാര കസേരയിൽ ഇരിക്കുന്നവരൊന്നും മനസ്സിലാക്കുക, ജനം ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കസേരയുടെ ആണിയിളകാൻ അധിക താമസമൊന്നുമില്ല. കാരണം പൊതുജനങ്ങളാണ് ശക്തി. അവരുണ്ടെങ്കിലേ രാഷ്ട്രീയ നിലനിൽപ്പിന് പ്രാധാന്യമുള്ളൂ. വോട്ടില്ല എന്ന ഈ ബാനർ അവരുടെ മനസ്സിൽ കുറിച്ച വാചകങ്ങളാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇത് ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. KK മീഡിയ വിടവാങ്ങുകയാണ്. നന്ദി, നമസ്കാരം.